ഭക്ഷണം കഴിക്കാതിരുന്നതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണൂരിൽ 18 വയസ്സുകാരി മരിച്ചു. മിരവമ്പായി സ്വദേശിയായ ശ്രീനന്ദയാണ് തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വണ്ണം കൂടുമെന്ന ചിന്തയിൽ ശ്രീനന്ദ ഭക്ഷണം കഴിക്കാതിരിക്കുകയും കുറച്ചൊക്കെ വണ്ണമുള്ള മനുഷ്യന്മാരെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന കളിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്താ ഉണ്ടപക്രുവാണോ, നീ ചക്കക്കുരുവാണോ, അതുപോലെ തന്നെ നീ വീട്ടിലെ ഭക്ഷണം മുഴുവൻ നീയാണോ കഴിക്കുന്നത്, നീ വീട്ടിലെ മറ്റാർക്കും ഒന്നും തിന്നാൻ കൊടുക്കാറില്ലേ, റേഷനറി മുഴുവൻ നിനക്കാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല, അവിടെ ഇവിടെയൊക്കെ തുറിച്ച് കാണുന്നു, അതുപോലെ തന്നെ എന്ത് വൃത്തിയേടാ നിന്നെ കാണാൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം പരിഹാസപ്പെടുത്തുന്ന രീതിയിലുള്ള ബോഡി ഷേമിങ് കമൻസ് കാണപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ഇത് ജസ്റ്റ് ഒരു നേരം പോക്കിനുള്ള ഒരു പറച്ചിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മനസമാധാനത്തിന് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരൊരുപാട് വേദനയിലൂടെയും അതുപോലെ തന്നെ പ്രയാസത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. തടി കുറക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ, ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായത് കൊണ്ടോ അവർ തടി ഉണ്ട് അല്ലെങ്കിൽ തടി കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുതയിൽ ജീവിക്കേണ്ടി വരുന്നവരാണ്. അവർ ഓൾറെഡി മരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വസ്ത്രം ഇടാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫംഗ്ഷന് പോകാൻ കോൺഫിഡൻ്റ് ആയിട്ട് പോകാനൊന്നും കഴിയാത്ത ആളുകളായിരിക്കും. അവരെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിനെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഭക്ഷണം കഴിക്കാതിരുന്നതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണൂരിൽ 18 വയസ്സുകാരി മരിച്ചു. മിരവമ്പായി സ്വദേശിയായ ശ്രീനന്ദയാണ് തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വണ്ണം കൂടുമെന്ന ചിന്തയിൽ ശ്രീനന്ദ ഭക്ഷണം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഓൺലൈനിലൂടെ ചില ഡയറ്റ് പ്ലാനുകൾ കുട്ടി പിന്തുടർന്നിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് മറ്റ് പല സംഭവങ്ങളിലും കേട്ടിട്ടുള്ളതുപോലെ അശാസ്ത്രീയമായൊരു ഭക്ഷണ ക്രമീകരണത്തിന്റെ മാത്രം വിഷയമല്ല. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും വണ്ണം വെക്കുമോ എന്ന ആധിയുണ്ടാകുന്നതും ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അധികം പ്രായമൊന്നുമില്ലാത്തൊരു കൊച്ചു പെൺകുട്ടിയാണ്. ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ തടി കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ തടിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു പേടി, ഭയം കൊണ്ട് ഭക്ഷണം ഒരുപാട് കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കാണ്ടായി കുടലൊക്കെ ചുരുങ്ങി അവസാനം മരണം അടയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയാണ്. അനോറെക്സിയ എന്ന് പറഞ്ഞ ഒരു അസുഖം ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അതായത് ആദ്യം തടി ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും തടി കൂടുമോ എന്നുള്ള പേടി കൊണ്ട് അവർ വീണ്ടും അവരുടെ ആ ഒരു ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, വർക്കൗട്ട് ഭയങ്കരമായിട്ട് കൂട്ടുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ സഹന ശേഷി വിട്ട് കഴിഞ്ഞാൽ ശരീരം പ്രതികരിക്കും. അത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ ഈവൻ മരണമാണെങ്കിൽ പോലും വരാം. നമ്മൾ മുന്നേ ഇംഗ്ലണ്ടിലെ രാജകുമാരിയുടെ ചരിത്രം കേട്ടതാണ്. ഇതുപോലെ തന്നെ പട്ടിണി കിടന്ന് മരണപ്പെട്ട ഒരു രാജകുമാരി. ഇത് കോമൺ ആണ്. ഭക്ഷണം ആവശ്യത്തിന് നമ്മൾ കഴിക്കണം. ആവശ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. തടി കുറക്കുക എന്ന് പറയുന്നത് നമ്മൾ പട്ടിണി കിടന്നിട്ടോ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കലോറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് ഹെൽത്തി ചോയ്സിൽ കഴിക്കുന്ന, അത് ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്ത് ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അതല്ലാതെ പട്ടിണി കിടന്നും ഒരുപാട് ഓവർ സ്ട്രെസ് കൊടുക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ലൈഫ് ലോങ് നമ്മൾ ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനൊരു പ്രോപ്പർ സൊല്യൂഷനോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ആ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഈ സ്ലിം ആവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ഫാഷനാണ്. സത്യത്തിൽ സ്ലിം ആവുക എന്നുള്ളതല്ല, ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. തടി ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരെ വെറി ചെയ്യുന്നത് തടിയാണെങ്കിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ട. അവർ ഹെൽത്തി ആണോ എങ്കിൽ കുഴപ്പമില്ല. ഈ ഒബേസിറ്റി അതല്ലെങ്കിൽ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇതുപോലെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തരാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് വ്യായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തനിയെ അതിൻ്റെ പണി ചെയ്തോളൂ. അതിന് നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് എടുക്കുകയോ ഈറ്റിംഗ് ഡിസോർഡറിലേക്ക് പോകുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
എന്താണെങ്കിലും ഇതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെലിഞ്ഞതാണ് ട്രെൻഡ് എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഒട്ടും കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു നേരമൊക്കെ മാത്രം ഭക്ഷണം കഴിക്കുന്ന ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്, പെൺകുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ കോളേജ് കുമാരികൾക്ക് ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആളുകൾ കേൾക്കേണ്ടുന്ന ഒരു വാർത്തയുണ്ട്, അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അനോക്സിയ നെർവോസ എന്ന മാനസിക പ്രശ്നമാണിതെന്നും അശാസ്ത്രീയ ഡയറ്റ് ഉൾപ്പെടെ ഇതിന്റെ ലക്ഷണങ്ങളാണെന്നുമാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അനോക്സിയ നെർവോസ എന്നത്? ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് തന്നെ അത് നമുക്ക് കേൾക്കാം. എങ്ങനെ ഇത് പ്രതിഫലിക്കുന്നു, ആർക്കൊക്കെയാണിത് കാണപ്പെടുന്നത്? കോഴിക്കോട് ആസ്റ്റമിംസ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഗായത്രി രാജൻ സംസാരിക്കുന്നു. എനോറക്സിയ നെർവോസ എന്ന് പറയുന്ന അസുഖം ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. ആദ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണം പല രീതിയിലും അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങുന്നു. അതിനോട് ഒപ്പം തന്നെ ഹാർട്ടിൽ ചേഞ്ചസ്, സൈനസ് ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞ അവസ്ഥ ECG എടുക്കുമ്പം അതിൽ കാണുന്നു. ഹൈപ്പോ ടെൻഷൻ, BP ഒരു 90-60 അതിൻ്റെ താഴേക്ക് വരുന്നു. പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും മെൻസസ് നിന്ന് പോകുന്നു. പിന്നെ ഈ മസിൽ മാസ് കുറയുന്നു, മുടിയുടെ തിക്നെസ് കുറയുന്നു, അവരുടെ ആകെപ്പാടെയുള്ള എപ്പിയറൻസ് അത് വളരെ മെലിഞ്ഞ രീതിയിലാവുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഈ അനോറക്സിയ നെർവോസ ഉള്ള ആ വ്യക്തിക്ക് അവരുടെ ഈ വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാവുന്നില്ല. WHO കണക്ക് പ്രകാരം 10-നും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കോവിഡിന് ശേഷം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ഡിസോർഡർ ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു ഡിസോർഡറാണ് കേട്ടോ. കാരണം നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഭക്ഷണം ഒരു മരുന്ന് പോലെയാണ്. മരുന്ന് നമ്മൾ പ്രോപ്പർ സമയത്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരും. ഭക്ഷണം ഓവറായിട്ട് കഴിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ അത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകും. ഈ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിംഗ് അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇല്ലാത്ത ഒരാൾ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഓരോ സമയം ഞാൻ തടി വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഡിപ്രഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രത്യേക ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എത്ര മെലിഞ്ഞിട്ടാണെങ്കിലും അവർ തടി വെക്കുന്നുണ്ട് എന്നുള്ള പേടി കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനോ അതുപോലെ തന്നെ മുന്നോട്ട് പോകാനോ കഴിയില്ല. വീണ്ടും ഭക്ഷണം കുറച്ച് വർക്കൗട്ട് കൂട്ടി അവസാനം അവരുടെ നാശത്തിലേക്ക് തന്നെ പോകും. നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തടി ഇല്ലാതിരിക്കുക, ഭയങ്കരമായിട്ട് മെലിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഒരു ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയുടെ സിഗ്നൽ അതല്ല, അല്ലെങ്കിൽ ഒരു സൈൻ അതല്ല. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാകത്തെ തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, പൊണ്ണത്തടിയെല്ലാം ഒഴിവാക്കി ഒരു പാകത്തെ തടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സൗന്ദര്യവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. ഇത് കണ്ട സമയത്ത് ഇത് റെലവൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയമെടുത്ത് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ട ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.